അമ്മ മിണ്ടായിരുന്നേ എന്നും പോകാൻ സ്ഥലമില്ലായിരുന്നു മലപ്പുറത്തിന് ഈ മലപ്പുറത്തിന് എന്നും പോകാൻ സ്ഥലമില്ലായിരുന്നല്ലോ അതിന് ആറ് ചുണയുണ്ടെങ്കിൽ മറയടാ, ചുണയുണ്ടെങ്കിൽ മറയടാ. എടാ ചുണയുണ്ടെങ്കിൽ മറ, ചുണയുണ്ടെങ്കിൽ മറക്കടാ, ചുണയുണ്ടെങ്കിൽ മറക്കടാ. എടാ ചുണയുണ്ടെങ്കിൽ മറക്കടാ, ചുണയുണ്ടെങ്കിൽ മറക്ക്, ചുണയുണ്ടെങ്കിൽ മറക്കടാ. നിന്റെ പ്രാന്തൊക്കെ ഞങ്ങൾ നിർത്താറായി. നിന്റെ പ്രാന്തെല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാന്തൊക്കെ ഞങ്ങൾ നിർത്തി തരാം. നിന്റെ പ്രാന്ത്, നിന്റെ ചീത്തവിളി പ്രാന്തൊക്കെ നിർത്തി തരാടാ ഞങ്ങൾ. നിന്റെ ദിവസവും ദിവസമുള്ള ചീത്തവിളി പ്രാന്തൊക്കെ നിർത്തി തരാം. നിന്റെ രോഗമൊക്കെ ശരിക്കും നിർത്തി തരാം. നിന്റെ അമ്പത്തഞ്ച് ലക്ഷത്തി 55,000 ചില്ലറ മോന് കിട്ടിക്കോ, അടിച്ചുകൊണ്ടിട്ട് മയക്കിക്കൊണ്ടിട്ട്. അതിനിപ്പം ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കണമെന്ന് അവന്, ഞങ്ങളെ വെച്ച് ഇൻഷുറൻസ് പറ്റിക്കണമെന്ന് അവൻ ഇൻഷുറൻസ് പറ്റിച്ച് തിന്നുപോയി. അവൻ ഇൻഷുറൻസ് പറ്റിച്ച് തിന്ന് പഠിച്ചു പോയി. അവൻ ഇൻഷുറൻസ് പറ്റിച്ച് തിന്ന് പഠിച്ചവനങ്ങ്. അവൻ ഇൻഷുറൻസ് അവൻ്റെ മോനെ കൊണ്ടിങ്ങനെ ഇട്ടിരിക്കുക ഇപ്പം കാശിന്. അവൻ്റെ മോനെ കൊണ്ടിട്ട് കാശ് വാങ്ങിക്കുക ഇപ്പം അവൻ. ഇൻഷുറൻസ് മോട്ടിച്ച് തിന്നുക ജോലി. അവനൊരു ജോലിക്കും പോകാൻ വയ്യ. 90 വയസ്സായി. 19 വയസ്സായപ്പോൾ മുതൽ വെറുതെ ഇരിക്കുക അവനിങ്ങനെ ഇരിക്കുക. 19 വയസ്സായപ്പോൾ മുതൽ. ആരെയാടി പിടിച്ചു പറിച്ചത്? നമ്മൾ ആരെയാമേ പിടിച്ചു പറിച്ചത്? ഞാൻ ആരാണ്ടോടെ ഏതാണ്ട് പിടിച്ചു പറിച്ചത്. ആരെയാമേ പിടിച്ചു പറിച്ചത്? ആരെയാന്നാ പിടിച്ചു പറിച്ചത്? ആരാണ്ടോടെ പിടിച്ചു പറിച്ചത്? ആരെയാടി പിടിച്ചു പറിച്ചത്? ആരെയാടി പിടിച്ചു പറിച്ചത്? അതിൻ്റെ നിന്നെ ഞാൻ കയറ്റുന്നുണ്ട്. നിന്നെ എല്ലാം എടുപ്പിച്ച് ഞാൻ കയറ്റുന്നുണ്ടടാ. കൊണ്ടിട്ടവരെ എല്ലാം കയറ്റുന്നുണ്ട്. ഞാൻ കോടതി കയറ്റിത്തരാം. നിന്നെ സഹിതം ഞാൻ കയറ്റുന്നുണ്ട്. നിന്റെ മോൻ ഇവിടെ കൂടെ നടന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എല്ലാ കഥകളും ഞാൻ കോടതിയിൽ എടുപ്പിക്കാം കേട്ടോടാ. നിന്റെ കള്ളക്കഥകളെല്ലാം കോടതിയിൽ എടുപ്പിക്കാവടാ. നിന്റെ കള്ളക്കഥകളെല്ലാം ഞങ്ങൾ കോടതിയിൽ എടുപ്പിക്കാം. നിന്റെ മോൻ ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന കഥയെല്ലാം ഉണ്ടാക്കിയതെല്ലാം ഞങ്ങൾ എടുപ്പിക്കാവടാ കോടതിയിലോട്ട്. നിന്റെ രോഗമൊക്കെ ഞങ്ങൾ തീർത്തു തരാം. നിന്റെ കേട്ടോടാ, നിന്റെ രോഗമെല്ലാം ഞങ്ങൾ തീർത്തു തരാം. നിന്റെ മോൻ ഇങ്ങോട്ട് നിന്റെ പാദരാത്രിക്ക് നിന്റെ മോൻ വഴിയേ നടന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നുള്ള കഥയൊക്കെ നിർത്തി തരാവടാ. ഞങ്ങൾ ബന്ധമൊഴിഞ്ഞ കഥകളൊക്കെ കോടതി പറയുന്നുണ്ട്. എടാ കോടതി ഞങ്ങൾ പറയാം. ബന്ധമൊഴിഞ്ഞ കഥകളൊക്കെ പറയുന്നുണ്ട്. അവിടെ തെളിയിക്കുന്നുണ്ട് ഞങ്ങൾ.
അവന്റെ എല്ലാം തെളിയിക്കുന്നുണ്ട്. ബിജുപിയുടെ എല്ലാം തെളിയിക്കുന്നുണ്ടടാ ഞങ്ങള്. കോടതി തെളിയിക്കുന്നുണ്ട്. ബിജുപിയുടെ എല്ലാം നടത്തിയ അവന്റെ എല്ലാം അവനെ ജയിലിൽ കൊണ്ടിടുന്നുണ്ട്. അവനെ ബിജുപിയെ ജയിലിൽ ഞങ്ങൾ കൊണ്ടിരിക്കാടാ. അവന്റെ സോക്കേട് ഞങ്ങൾ തീർത്തു കൊടുക്കാം. അവന്റെ സോക്കേടൊക്കെ തീർത്തു കൊടുക്കാം. ഞാൻ മയക്കുമരുന്ന് കഴിച്ചത്. എവിടാമേ മയക്കുമരുന്ന് കഴിച്ചത്? ഏടി തള്ളേ, കണ്ടതല്ല തോന്നിയാസിവന്മാര് പറയുന്നത്. എന്താ വേണ്ടി തള്ളേ? ഇവനെന്തുവായി തോന്നിയാസം പറയുന്നത് തള്ളേ? ഇവനെന്തുവായി തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്നേ? മയക്കുമരുന്ന് കഴിച്ചെന്ന് ആ രാജമ്മ എന്ന് പറയുന്ന അവളെ അടിച്ച് ശരിയാക്കണം. അവളാ ഈ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഈ രാജമ്മ എന്ന് പറയുന്നവള്. ഇവനെന്തുവാ തോന്നിയാസം പറയുന്നത്? ഇവൻ അവളാ എന്നെ കുറിച്ച് കുറെ പറഞ്ഞു. അവള് കുറെ പേരെ കുറിച്ച് മയക്കുമരുന്ന്, അവിടെ രവീന്ദ്രന്റെ മോൻ മയക്കുമരുന്നും ഒക്കെ അടിച്ച് നടക്കുന്നൊക്കെ കുറെ പേരെ കുറിച്ച് അവളിങ്ങനെ പറയുന്നുണ്ട്. അവള് കുറെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവള് രാജമ്മ. ഞാൻ മയക്കുമരുന്ന് കഴിച്ചത്. അവൻ പറയുക അവന് രോഗമാണ്. ഏതവനാ ഇതൊക്കെ പറയുന്നേ? ഇതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അവിടുന്ന് ഞാൻ എടുത്ത് ഞാൻ കോടതി കൊടുക്കുന്നുണ്ട്. തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്നോ പെണ്ണുങ്ങളെ കുറിച്ച്? തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്നോ പെണ്ണുങ്ങളെ കുറിച്ച്? പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നോ? ഇവനാ നമ്മളെ തീരുമാനിക്കുന്ന. ബിജുപി മാളുവിന്റെ കാര്യമൊക്കെ ഇവൻ തീരുമാനിക്കാൻ ആരാ ഇവൻ? എടാ നീ ഇങ്ങനെ ഇരുന്ന് പറയത്തേ ഉള്ളു. ബിജുപി ഒന്നും ഈ ജന്മത്ത് ഇവിടെ കയറത്തില്ല. ബിജുപി ഈ ജന്മത്ത് അവൻ ഇവിടെ കയറത്തില്ല. ഞങ്ങൾ കോടതി വഴി ബന്ധം കഴിഞ്ഞാൽ ഇവനെ ഇവിടെ കയറ്റാനല്ല ബിജുപിയെ. എടാ ജന്മത്ത് അവൻ ഇനി ഇവിടെ കയറത്തില്ല. എന്റെ മണ്ണിൽ കയറത്തില്ല ബിജുപി. അവനെ ഇവിടെ കയറ്റത്തില്ലടാ. നീ ഇങ്ങനെ പറയത്തേ ഉള്ളു. ബിജുപി ഇനി ഈ മണ്ണി കാല് കുത്തത്തില്ല. അവന്റെ കാലിൽ മുട്ടി ഞങ്ങൾ വെട്ടും. അവനെ കാല് മുട്ട അവന്റെ വെട്ടും ഞങ്ങള്. രാവിലെ